വയനാട് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച വൈഫൈ കോൺക്ലേവിലാണ് ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് CSR ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. വിനോദസഞ്ചാര മേഖലയിലാണ് കൂടുതൽ പദ്ധതികൾ മുന്നോട്ട് വെച്ചത്. വയനാട് താജ് റിസോർട്ട് ആൻഡ് സ്പായുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ലക്കിടിയിലെ പ്രവേശന കവാടം നവീകരിക്കാനുള്ള പദ്ധതിയാണ് ആദ്യം തുടങ്ങിയത്. പദ്ധതിയുടെ ആദ്യഘട്ടം ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ പദ്ധതികൾക്ക് CSR ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് കളക്ടർ അറിയിച്ചു. അനവധി പദ്ധതികൾ ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ മേഖലകളിലും പുരോഗമിച്ചു വരുന്നുണ്ട്. ഈ വർഷവും CSRമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ കഴിയുന്നു. കൂടുതൽ പ്രോജക്ട്സ് നമുക്ക് കിട്ടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പ്രവേശന കവാടത്തിന്റെ നവീകരണം നടക്കുന്നത്. പ്രവേശന കവാടത്തിലെ ആർച്ച് ഗേറ്റും ബാണാസുര സാഗർ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കുടിവെള്ള കിയോസ്കും ഉടൻ പൂർത്തിയാക്കുമെന്ന് താജ് റിസോർട്ട് അധികൃതർ വ്യക്തമാക്കി. ഇനിയിപ്പോൾ മെയിൻ ഗേറ്റ് ചെയ്യാനുണ്ട്, അത് ഒന്ന് തിരക്ക് കുറഞ്ഞ് ഞാൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വാട്ടർ കിയോസ്ക്. പുൽപ്പള്ളി സ്വദേശി സുരേഷ് കൃഷ്ണനാണ് പ്രവേശന കവാടത്തിലെ ചിത്രങ്ങൾ പൂർത്തീകരിച്ചത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.